നമസ്കാരം. നമുക്കറിയാം, CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയതിൻ്റെ പ്രധാന കാരണം പിണറായി വിജയൻ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയായാൽ CPM എന്ന പ്രസ്ഥാനം നാമാവിശേഷമാകുമെന്ന് വലിയ തോതിൽ സഖാക്കൾ തിരിച്ചറിഞ്ഞതുകൊണ്ടും ആ സഖാക്കൾ CPMനെതിരെ വോട്ട് ചെയ്തതുകൊണ്ടുമാണ്. എന്നാൽ പിണറായി വിജയനെ ഇപ്പോഴും അന്ധമായിട്ട് വിശ്വസിക്കുന്ന പാവപ്പെട്ട കുറച്ച് സഖാക്കൾ ഇപ്പോഴും CPMലുണ്ട്. അത്തരം പാവപ്പെട്ട സഖാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് CPM ഇന്നലെ മുതലക്കുളം മൈതാനത്ത് ഒരു വിശദീകരണ യോഗം സംഘടിപ്പിക്കുകയുണ്ടായി. ആ വിശദീകരണ യോഗത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും സർവോപരി താത്വികാചാര്യനുമായ ഗോവിന്ദൻ പറഞ്ഞത് എന്തൊക്കെയാണെന്നൊന്ന് കേട്ടു നോക്കാം. ഇനി ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്, ഇടതുപക്ഷ പാർട്ടിയുടെ പട്ടികയിൽ. ഇപ്പോൾ CPM ആണ്. താങ്കൾ ഒരു 5 വർഷം കൂടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്നാൽ പ്രധാനമായ പാർട്ടി എന്നത് അപ്രധാനമായ പാർട്ടിയായി മാറും. വീണക്ക് നേരെ കേസ് 1.7 കോടി രൂപയുടെ കേസാണ് എക്സലോജിക്കുമായി ബന്ധപ്പെട്ട് വന്നത്. എൻ്റെ പൊന്ന് സഖാവേ, ഇടയ്ക്കൊക്കെ മറ്റ് പത്രങ്ങളും കൂടെ ഒക്കെ വായിക്കും. ദേശാഭിമാനി മാത്രം വായിച്ചുകൊണ്ടിരിക്കാതെ 1.7 കഴിഞ്ഞു, ഇപ്പോൾ 2.78 കോടിയാണ്. അതൊക്കെ ഒന്ന് പഠിച്ച് വെക്കുക. ഇതൊക്കെ പഠിച്ചിട്ട് വേണം ഈ പാവപ്പെട്ട സഖാക്കളുടെ മുമ്പിൽ വന്ന് പ്രസംഗിക്കാൻ. നിങ്ങളെയൊക്കെ അന്ധമായിട്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ അങ്ങ് പറ്റിക്കല്ലേ. 1.7 കഴിഞ്ഞ കഥയാണ് കേട്ടോ. 2.78 കോടി. ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ അന്നും ഇന്നും എതിർക്കുന്നത്, ഇനിയും എതിർക്കും. ശക്തിയായ രീതിയിൽ ഞങ്ങൾ എതിർക്കും. അതുകൊണ്ടാണ് സഖാവ് പിണറായി ശക്തിയായിട്ട് എതിർത്തുകൊണ്ടാണ് 10-25 പേര് ഇപ്പോൾ ജയിലിൽ പോയി കിടക്കുന്നത് കേട്ടോ. ഒത്തിരി ശക്തമായിട്ട് എതിർക്കരുത്. വീണ്ടും 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 നിങ്ങളുടെ പാവപ്പെട്ട സഖാക്കൾ ഇങ്ങനെ ബലിയാടുകളാക്കരുത്. ഒരല്പമെങ്കിലും ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഈ പാവങ്ങളോടുണ്ടാവണം. അവർക്കുമുണ്ട് കുടുംബങ്ങൾ. അവരെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന സ്ത്രീകളും കുട്ടികളുമുണ്ട്. അവരോട് ഒരല്പം സഹതാപം, ഒരു കാരുണ്യം ഇനിയെങ്കിലും താത്വികാചാര്യനായ താങ്കൾ കാണിക്കണം. ഇതൊരു അപേക്ഷയാണ്. എന്റെ കൈ ശുദ്ധമാണ്. പത്രസമ്മേളനത്തിൽ പരസ്യമായിട്ട് പറഞ്ഞല്ലോ ഞാൻ. അത് ഈ പറയുന്ന പാവപ്പെട്ട സഖാക്കൾ വിശ്വസിക്കുമായിരിക്കും. ഇപ്പോഴും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന കുറച്ച് പാവപ്പെട്ട സഖാക്കളുണ്ടല്ലോ. ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഈ പുള്ളിയുടെയൊക്കെ കാപട്യം പണ്ടേ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നാണം കെട്ട തോൽവി ഇപ്രാവശ്യം നിങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. നിങ്ങളുടെ കോട്ടകളിൽ പോലും, CPMന്റെ കോട്ടകളിൽ പോലും നിങ്ങൾക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് ബഹുഭൂരിപക്ഷം സഖാക്കൾക്കും മനസ്സിലായി. എന്താണ് പിണറായി വിജയൻ്റെ കൈകളിലെ ശുദ്ധത, അല്ലെങ്കിൽ കൈകൾ ശുദ്ധമാണോ എന്ന് ബഹുഭൂരിപക്ഷം സഖാക്കൾക്ക് മനസ്സിലായി. പക്ഷെ കുറച്ച് സഖാക്കൾ ഇപ്പോഴും ഉണ്ട്. നിങ്ങളൊക്കെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന പാവപ്പെട്ട കുറച്ച് സഖാക്കൾ, അവർ മാത്രം വിശ്വസിക്കും. അല്ലാതെ എൻ്റെ പൊന്നു ഗോവിന്ദ, താങ്കൾക്ക് അത് വിശ്വാസമുണ്ടോ? താങ്കൾ പിന്നെ പിണറായി വിജയനെ ഒന്ന് സുഖിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നറിയാം. ഒന്നും എനിക്ക് മറച്ചു വെക്കാനില്ല. എല്ലാ പകൽ വെളിച്ചം പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാനാവുന്നതാണ്. ശരിയാണ്, എല്ലാം പകൽ വെളിച്ചം പോലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അധികം മെഴുകിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇടിക്കാരാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ അനുവാദം നൽകിയത്? ഇത് നിയമമനുസരിച്ച ഒരു വിധി പോലെ ഞങ്ങൾ ഇതാ കണ്ടെത്തിയിരിക്കും. നിങ്ങളാരാ കണ്ടെത്താൻ? നിങ്ങൾ തെളിവുകൾ കോടതിയുടെ മുമ്പിലാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ കണ്ടെത്തിയതല്ല അവസാന വാക്ക്. നിങ്ങൾക്കൊന്നും കണ്ടെത്താനായിട്ടില്ല. ഒന്നും കണ്ടെത്താനായിട്ടില്ല. വീണയുടെ ഒരു ഡയറി മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് എല്ലാ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള എത്ര കോടിയുടെ ഇടപാടുകൾ, അനധികൃത ഇടപാടുകൾ നടന്നിട്ടുണ്ട്, ഈ ദുബായിൽ എത്ര ലക്ഷം നിക്ഷേപിച്ചിട്ടുണ്ട്, അത് കറക്റ്റ് AED തന്നെ, അതായത് ദിറംസിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. വേറൊരു തെളിവും കിട്ടിയിട്ടില്ല. മുഹമ്മദ് റിയാസുമായിട്ട് പരിചയമുള്ള സുഹൃത്തുക്കളുടെ ഇവരെ ഉൾപ്പെടെ 9 ആളുടെ എൻ്റെ പൊന്ന സഖാവേ, ED അവിടെ ചായയും പരിപ്പുവടയും കഴിക്കാൻ വേണ്ടി അല്ല പോയത്. ഈ പറയുന്ന വീടുകളിൽ ഇവരുടെ പേരുകൾ വീണയുടെ ഡയറിയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ വീടുകൾ ED റെയ്ഡ് ചെയ്തത്. ഇനിയെങ്കിലും താങ്കൾ അത് മനസ്സിലാക്കണം കേട്ടോ. ഒരു വസ്തു നിങ്ങൾ കിട്ടിയിട്ടില്ല, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, നിന്റെ കാലടിച്ച് മുറിച്ചുകളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്ന സഖാക്കളെ, ഇതൊന്നും കേട്ട് വിശ്വസിച്ച് വീണ്ടും ED ഉദ്യോഗസ്ഥരുടെ കാറിൻ്റെ ചില്ല് അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കല്ലേ. ഇത് വെറുതെ നിങ്ങളെ മൂപ്പിക്കാൻ വേണ്ടി പുള്ളി കൈ നിട്ടതാണ്. എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ സത്യമാണെന്നുള്ളത്. കാരണം ഏതെങ്കിലും ഒരു ED ഉദ്യോഗസ്ഥൻ റെയ്ഡിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അരിയാഹാരം കഴിക്കുന്ന ഒരു മനുഷ്യനും വിശ്വസിക്കത്തില്ല. വെറുതെ സീനൊന്ന് കൊഴുപ്പിക്കാൻ വേണ്ടി, ഈ പാവപ്പെട്ട സഖാക്കളെ ഒന്ന് മൂപ്പിക്കാൻ വേണ്ടി മിസ്റ്റർ ഗോവിന്ദൻ
കൈ നിട്ടത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കള്ളക്കേസുണ്ടാക്കി CPIM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സഖാവ് പിണറായി വിജയനെ, ഇപ്പോഴതിന്റെ തുടർച്ചയിൽ സഖാവ് റിയാസിനെ എല്ലാം കേസിൽ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് റെയ്ഡ് ചെയ്ത് ഞങ്ങളിതാ എന്തു ചെയ്യാൻ മടി കാണിക്കില്ല, എന്തു ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെ കീഴടങ്ങാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് മനസ്സില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ സമ്മേളനം. എൻ്റെ പൊന്ന് സഖാവെ, വീണ്ടും മൂപ്പിച്ച് ഈ പാവപ്പെട്ട സഖാക്കളെ ജയിലിലേക്ക് അയക്കരുത്. അവർക്കും കൂടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കും കുടുംബങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും ഒക്കെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് എതിർക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇനി ഇതുപോലെ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ റെയ്ഡിന് വരുമ്പോൾ അവരുടെ ചില്ല് തകർക്കാനായിട്ട്, അല്ലെങ്കിൽ ആ കട്ട വെച്ച് ചില്ല് തകർക്കാനായിട്ട് സഖാക്കളെ അയക്കരുത്. നിങ്ങൾ തന്നെ നേരിട്ടിറങ്ങണം. നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും നിങ്ങളുടെ ഈ പറയുന്ന പിണറായി വിജയനെ ദൈവതുല്യമായിട്ട് കാണുന്ന കുറേ നേതാക്കളുണ്ടല്ലോ, ഈ പറയുന്ന സഖാക്കളെ വിടാതെ നിങ്ങൾ നേതാക്കൾ തന്നെ നേരിട്ടിറങ്ങണം. അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആത്മാർത്ഥത, പിണറായി വിജയനോട് ഭയങ്കര ആത്മാർത്ഥതയാണല്ലോ. അപ്പോൾ ആ ആത്മാർത്ഥതയോടെ നിങ്ങൾ നേരിട്ട് ഇറങ്ങണം. ഈ കട്ടയായിട്ട് നിങ്ങൾ ഇറങ്ങുക. എന്തിനാണ് ഈ സഖാക്കളെ ഇങ്ങനെ പ്രകോപനപരമായിട്ടുള്ള മൂപ്പിക്കുന്ന പ്രസംഗങ്ങളൊക്കെ പ്രസംഗിച്ച് ഇവരുടെ വൈകാരികതയെ ചൂഷണം ചെയ്ത് ഇവരുടെ ജീവിതം എന്തിനാണ് തൊലയ്ക്കാൻ ശ്രമിക്കുന്നത്? ഓൾറെഡി 10-25 പേര് ഇപ്പോൾ ജയിലിൽ കിടപ്പുണ്ട്. വീണ്ടും ആ ജയിലിൽ കിടക്കുന്നവരുടെ എണ്ണം കൂട്ടാൻ ശ്രമിക്കാതെ നിങ്ങൾ ഇങ്ങനെ ഒരു വീരകൃത്യം ഏറ്റെടുത്ത് അഭിമാനത്തോടെ നെഞ്ചു വിരിച്ച് ജയിലിലേക്ക് അങ്ങ് പോകും. സഖാക്കളെ വെറുതെ വിട്. എൻ്റെ ഒരു അപേക്ഷയാണ്.